ഹലോ, ഇന്ന് കൊഞ്ചും കൊച്ചുള്ളിയും ചേർത്തൊരു റോസ്റ്റ് തയ്യാറാക്കാം. കൊഞ്ചിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി വയ്ക്കുക. കൊഞ്ചിലേക്ക് മസാല നന്നായിട്ട് പുരട്ടി മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് കൊഞ്ചെല്ലാം പാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ച് ഒരുപാട് വേവിച്ച് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കളയാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റുക. കൊഞ്ച് ഒരുപാട് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനി അതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ട് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കൊച്ചുള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരല്പം മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തത് കൊണ്ട് അല്പം ചേർത്താൽ മതി. പിന്നെ കാശ്മീരി മുളക് പൊടി, അല്പം മല്ലിപ്പൊടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി അല്പം കൂടുതൽ ചേർക്കാം. ഗരം മസാല ചേർക്കുക. ബാക്കിയുള്ള മസാല എല്ലാം ഞാൻ കുറേച്ചേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം കൊഞ്ചും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ കൊഞ്ചും ആ കൊച്ചുള്ളിയും കൂടെ ഫ്രൈ ആയി, അതായത് ഒരു നല്ല ഫ്രൈ ആയിട്ട് വരുന്ന ആ സമയത്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അല്പം സോഫ്റ്റ് ആയിട്ട് വേണം, ജ്യൂസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എരിവൊന്നും അറിയത്തില്ല തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ, നല്ല ഹെൽത്തിയായ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചും കൊച്ചുള്ളിയും ചേർത്തുള്ള ഒരു റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്.